Hi all. So last video നമ്മൾ നോക്കിയത് ഇങ്ങനത്തെ ഒരു ഐ സെക്ഷൻ ഉണ്ടായിരുന്നു. ഐ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഹൊറിസോണ്ടൽ ആക്സിസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഫറൻസ് ആക്സിസ് എല്ലാം സെറ്റ് ചെയ്ത് y1, y2, y3 എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. a1, a2, a3 കാൽക്കുലേറ്റ് ചെയ്ത് y ബാർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. സോ y ബാറിൻ്റെ വാല്യൂ 60.8 ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ y1, y2, y3 വാല്യൂസ് എല്ലാം കമ്പയർ ചെയ്ത് ഏകദേശം y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി y2യുടെയും അതുപോലെ തന്നെ y3യുടെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ്. ദറ്റ് മീൻസ് G2ൻ്റെയും G3യുടെയും ഇടയ്ക്കായിട്ടാണ് നമ്മുടെ G പോയിന്റ് എടുക്കുന്നത്, ഈ ഐ സെക്ഷൻ്റെ സെൻറ്ററോട് കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ G2ൻ്റെ G3യുടെ ഇടയ്ക്കായിട്ട് ഏകദേശം ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഫിഗറിൽ ഇതെല്ലാം മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. y1, y2, y3, y ബാർ. ദെൻ h1, h2, h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മെയിൻ ആക്സിസ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ കളർ ആക്സിസ്. സോ ഈ ആക്സിസ് ചെയ്യുന്ന ഓരോ കുഞ്ഞു റെക്റ്റാങ്കിൾസ് ഉണ്ടല്ലോ, ആ റെക്റ്റാങ്കിൾസിൻ്റെ സെൻട്രോഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഫസ്റ്റ് സെക്ഷൻ്റെ x1 ആക്സിസ് തൊട്ട് നമ്മുടെ ഗ്രീൻ കളർ ആക്സിസ് വരെ ഡിസ്റ്റൻസ് ആണ് h1. അതായത് നമുക്ക് ഈ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിളിൻ്റെ ഈ x1 ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് ഇസ് b/12 കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ഗ്രീൻ കളറിലേക്ക് മാറ്റാൻ, ആക്സിസിലേക്ക് മാറ്റാൻ വേണ്ടി IG1xx പ്ലസ് a1h1 സ്ക്വയർ എന്നാണ് ചെയ്യേണ്ടത്. സോ ഈ കേസിൽ h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു, h1 is equal to y1 മൈനസ് y ബാർ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ റെഡ് യെല്ലോ കളർ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. യെല്ലോ കളർ റെക്റ്റാങ്കിളിൻ്റെ ഇറ്റ്സ് ഓൺ സെൻട്രോഡൽ ആക്സിസ് മാർക്ക് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് x2. അപ്പോൾ നമുക്കറിയാം ഈ ആക്സിസിന്, ഈ ഗ്രീൻ കളർ ലൈൻ ഉണ്ടല്ലോ x2, ഈ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള ഈ യെല്ലോ കളർ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ നമുക്കറിയാം, b/12 എന്നാണ് ഇക്വേഷൻ. സോ b എന്ന് പറഞ്ഞ ആക്സിസിന് പാരലൽ ഡയമെൻഷൻ 20 വരും. ഡി എന്ന് പറയുകയാണെങ്കിൽ ഇത് 100 ആയിരുന്നു. സോ ഇവിടെ തൊട്ട് ഇവിടെ 100 എന്ന് വരും. അങ്ങനെ IG2xx കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത ഈ ഗ്രീൻ കളർ റെക്റ്റാങ്കിൾ ഈ ആക്സിസിലേക്കാണ് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, IG2xx പ്ലസ് a2h2 സ്ക്വയർ വേണം. a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെല്ലോ കളർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് a2, ദാറ്റ് ഇസ് 20 × 60 എന്ന് വരും. h2 എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും, നിങ്ങൾ ആലോചിച്ച് നോക്കുക. h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, ഈ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ ഈ രണ്ട് പാരലൽ ആക്സിസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് h2 വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2 മൈനസ് y ബാർ ആണ്. ഓക്കെ, സോ h1 എന്ന് പറഞ്ഞാൽ y1 മൈനസ് y ബാർ ആയിരുന്നു, h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2 മൈനസ് y ബാർ ആണ്. സോ h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ബാർ മൈനസ് y3. അപ്പോൾ നിങ്ങൾ ഓർക്കുക y3 മൈനസ് y ബാർ എന്ന് ഓർത്തിരിക്കുക. ഈ കേസിൽ y ബാർ അല്ലേ വലുത്, അപ്പോൾ എങ്ങനെ എഴുതാം, h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോസ് കളർ ഇതിൻ്റെ സെൻട്രോഡ് മാർക്ക് ചെയ്തു, സെൻട്രോഡൽ ആക്സിസ് x3 എന്ന് മാർക്ക് ചെയ്തു. ഈ x3 ആക്സിസും നമ്മുടെ ഗ്രീൻ കളർ ആക്സിസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് h3 എന്ന് പറയുന്നത്. h3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമുക്കറിയാം ഇവിടെ തൊട്ട് ഇവിടം വരെ y ബാർ ആണ്, ഇത് നമുക്ക് വേണ്ട അല്ലേ. സോ y ബാർ മൈനസ് y3 ആണ് h3 എന്ന് വരുന്നത്. സോ ആദ്യമേ തന്നെ നിങ്ങൾ h1 എന്ന് പറഞ്ഞാൽ y1 മൈനസ് y2, h2 എന്ന് പറഞ്ഞാൽ y2 മൈനസ് y ബാർ, h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ബാർ മൈനസ് y3 ആണ്. സോ ഈ മൂന്ന് ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. ഓരോ കുഞ്ഞ് റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ ഓൾറെഡി കണ്ടുപിടിച്ചു. പിന്നെ ഓരോ കുഞ്ഞ് റെക്റ്റാങ്കിൾസിൻ്റെ ഇറ്റ്സ് ഓൺ സെൻട്രോഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. സോ ഈ കേസിൽ IG3xx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അഗെയിൻ b/2 എന്നാണ് ഇക്വേഷൻ, 12 എന്നാണ് ഇക്വേഷൻ, ഈ ഡിസ്റ്റൻസ് 100 ആണ്. സോ 100/12 എന്ന് വരും IG3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അത് ഈ ഗ്രീൻ കളർ ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ഗ്രീൻ കളർ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള ഈ റോസ് കളർ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IG3xx പ്ലസ് a3h3 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, കണ്ടോ, ആദ്യമേ തന്നെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുത്തു, ആ ഫസ്റ്റ് ടോപ്പിലുള്ള റെക്റ്റാങ്കിൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ഇത് കണ്ടുപിടിച്ചു, h1 കണ്ടുപിടിച്ചു, y1 മൈനസ് y ബാർ. അപ്പോൾ നമ്മൾ മെയിൻ x ആക്സിസ് ഗ്രീൻ കളർ ആക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, IG1 പ്ലസ് a1h1 സ്ക്വയർ ആണ്. G1ഉം h ഒക്കെ അറിയാം, h1 അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യെല്ലോ കളർ റെക്റ്റാങ്കിൾ ആണ്.
ആ കേസിൽ യെല്ലോ കളർ റെക്റ്റാങ്കിൾ ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ ആക്സിസിനെ പോയിട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ BdQ/12 ആണ്. അത് കണ്ടുപിടിച്ചു. ഇത് മെയിൻ നമ്മുടെ ഗ്രീൻ കളർ ഈ ഒരു ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? IG2 പ്ലസ് A2H2 സ്ക്വയറിന് ചെയ്യാം. അപ്പോൾ A2 എന്ന് പറഞ്ഞാൽ ആ യെല്ലോ കളർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. H2 എന്ന് പറയുകയാണെങ്കിൽ യെല്ലോ കളർ റെക്റ്റാങ്കിളിൻ്റെ ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ ആക്സിസ് തൊട്ട് ഈ ആക്സിസ് തൊട്ട് ഈ ഒരു ഗ്രീൻ ആക്സിസ് വരെയുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് H2. അത് Y2 മൈനസ് Y ബാർ ആണ്. അപ്പോൾ ആലോചിച്ച് ഫിഗർ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്തത് ലാസ്റ്റ് സെക്ഷൻ താഴെയുള്ള സെക്ഷനാണ്. താഴെയുള്ള സെക്ഷൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ അഗെയിൻ BdQ/12 ആണ്. ആ താഴെയുള്ള കുഞ്ഞ് റെക്റ്റാങ്കിൾ ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ X ആക്സിസിൻ്റെ. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഈ ഗ്രീൻ കളർ ആക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? IG3XX പ്ലസ് A3H3 സ്ക്വയർ എന്ന് വരും. A3 എന്ന് പറഞ്ഞാൽ റോസ് കളർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. H3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളർ റെക്റ്റാങ്കിളിൻ്റെയും ഗ്രീൻ കളർ ആക്സിസും ഈ റോസ് കളർ ഈ രണ്ട് ആക്സിസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ ഏത് സെക്ഷനാണോ സെലക്ട് ചെയ്യുന്നത് ആ സെക്ഷന് സെൻട്രോയിഡൽ ആക്സിസ് തൊട്ട് നമ്മുടെ ഗ്രീൻ കളർ മെയിൻ ആക്സിസ് വരെയുള്ളതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ Hൻ്റെ കേസിൽ വരിക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ കേസസിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? അതായത് ഫസ്റ്റ് സെക്ഷൻ്റെ കണ്ടുപിടിച്ചു, ഷിഫ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. സെക്കൻഡ് സെക്ഷൻ്റെയും ഈ മെയിൻ ആക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. തേർഡ് സെക്ഷനെയും സിമിലർലി കണ്ടുപിടിക്കാം. ഈ 3 വാല്യൂസും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ മെയിൻ ആദ്യമേ തന്നെ കുഞ്ഞ് റെക്റ്റാങ്കിളിൻ്റെ ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ ആക്സിസിനെ കണ്ടുപിടിച്ചു. പിന്നെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് ഗ്രീൻ കളർ മെയിൻ ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 3 റെക്റ്റാങ്കിൾസിൻ്റെയും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ 3 റെക്റ്റാങ്കിൾസിൻ്റെയും ഷിഫ്റ്റ് ചെയ്ത ഈ 3 റീഡിങ്സും നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ബിക്കോസ് നമുക്ക് 3 റെക്റ്റാങ്കിൾസും ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടി ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ആൻസർ നിങ്ങൾ mm³ വേണം, MM⁴ വേണം ആൻസർ ചെയ്യാനായിട്ട്.